ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, CCT ഡയഗ്രാം എന്നീ ടോപ്പിക്സാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഒരെണ്ണമാണ്. അപ്പോൾ നമുക്കാദ്യം CCT ഡയഗ്രാം എന്താണെന്ന് നോക്കാം. നമ്മൾ TTT ഡയഗ്രാം ഓൾറെഡി പഠിച്ചു. TTT ഡയഗ്രാത്തിൽ നമുക്ക് ബയണൈറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രാം ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് മാർട്ടൻസൈറ്റിനെയും ഇതിൻ്റെയൊക്കെ ഫോർമേഷനൊക്കെ നമ്മൾ പഠിച്ചു ഓൾറെഡി. അപ്പോൾ CCT ഡയഗ്രാം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കൂളിംഗ് ഡയഗ്രാം അല്ലെങ്കിൽ CCR, കണ്ടിന്യൂസ് കൂളിംഗ് കർവ്, CCC എന്നൊക്കെ പറയും. അപ്പോൾ യൂഷ്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് നമ്മൾ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ കണ്ടിന്യൂസ്ലി കൂൾ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ഫർമേഷൻസ് നമുക്ക് TTT ഡയഗ്രാത്തിലേക്കാളും ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രത്തിനേക്കാളും, ഐസോതെർമൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ TTT ഡയഗ്രാം, ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫർമേഷൻ ഡയഗ്രാം നേരത്തെ പഠിച്ച സാധനം, അതിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ ഓരോന്ന് പഠിക്കണം. പക്ഷേ CCC അല്ലെങ്കിൽ CCT ഡയഗ്രത്തിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിനെ അതിനെ കണ്ടിന്യൂസ്ലി കൂൾ ചെയ്യാനായിട്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കൂളിംഗ് റേറ്റ് ഉണ്ടാവും. ആ കൂളിംഗ് റേറ്റ് കാരണം ടൈം റിക്വയർഡ് ഫോർ റിയാക്ഷൻ ടു ബിഗിൻ ആൻഡ് എൻഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പെർലൈറ്റ് ബിഗിനിങ്ങും പെർലൈറ്റിൻ്റെ ഫോർമേഷൻ ബിഗിനിങ്ങും പെർലൈറ്റിൻ്റെ ഫോർമേഷൻ എൻഡിങ്ങും ഇതൊക്കെ വളരെയധികം ഡിലേ ചെയ്യപ്പെടും. അപ്പോൾ ഐസോതെർമൽ കർവുകൾ ഇച്ചിരി കൂടി ലോങ്ങർ ടൈമിലേക്കും ലോവർ ടെമ്പറേച്ചേഴ്സിലേക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ CCT ഡയഗ്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബയണൈറ്റ് റീജിയനായിട്ട് നമുക്ക് ഫോം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബയണൈറ്റ് റീജിയൻ്റെ ഫോർമേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടാവുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പെർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പെർലൈറ്റ് ഒരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കർവ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം. യൂണിറ്റ് ടെമ്പറേച്ചറാണ് നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ 0.01 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡ് ആണ് നമ്മൾ കൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറ്റും, ഓസ്നൈറ്റ് എന്താവും, ഓസ്നൈറ്റ് പെർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഇവിടെയൊക്കെ മുകളിൽ നിറച്ചും ഓസ്നൈറ്റ് ആണ്, ഇടയ്ക്ക് വെച്ച് ഓസ്നൈറ്റ് പെർലൈറ്റ് ആവും. ഇവിടെ വെച്ച് ഓസ്നൈറ്റ് ട്രാൻസ്ഫോർമേഷൻ പെർലൈറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ വെച്ച് ഈ കർവിൽ വെച്ച് പെർലൈറ്റ് ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ടൈം ടെമ്പറേച്ചർ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഓരോ ഡിഫറെൻറ്റ് കൂളിംഗ് റേറ്റുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെയൊക്കെ പാരലൈറ്റിൻ്റെ ഫോർമേഷനാണ്. പക്ഷേ ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ നോക്കി ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ നമുക്ക് ഇവിടെ താഴെ മാർട്ടൻ സൈറ്റ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. മാർട്ടൻ സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹൈലി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള BCT സ്ട്രക്ചറുള്ള സംഗതിയാണ്. അപ്പോൾ മാർട്ടൻ സൈറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നോക്കി, മാർട്ടൻ സൈറ്റിൻ്റെ ഫോർമേഷൻ മാർട്ടൻ സൈറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു 140 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡിനേക്കാളും കൂടുതലായിട്ടാണ് നമ്മൾ കൂളിംഗ് റേറ്റ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറ്റും, കംപ്ലീറ്റ്ലി മാർട്ടൻ സൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒരു 35 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാർട്ടൻ സൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവും. മാർട്ടൻ സൈറ്റ് പ്ലസ് പെർലൈറ്റ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ മൈക്രോ സ്ട്രക്ചർ പറഞ്ഞാൽ. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തായിരിക്കും, ഈ 140 ഡിഗ്രി സെൽഷ്യസിന് കൂടുതലായിട്ട് നമ്മൾ കൂളിംഗ് റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ കൂൾ ചെയ്യുമ്പോൾ, അതായത് ക്വെഞ്ച് ചെയ്യുമ്പോൾ, ഹോട്ടായിട്ടുള്ള ബില്ലറ്റ് എടുത്ത് നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ ഓയിൽ ബാത്തിലേക്കോ ഒക്കെ എടുത്ത് കുത്തുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ 700 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ ഉള്ളത് 2-3 സെക്കൻഡും കൊണ്ട് എന്താവും, നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് എത്തുകയാണ്. അപ്പോൾ വളരെ ഹൈ കൂളിംഗ് റേറ്റ് ആണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഈ 140 ഡിഗ്രി സെൽഷ്യസ് പെർ സെക്കൻഡിനേക്കാളും കൂളിംഗ് റേറ്റ് കൂടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ അത്രയും ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ ഉണ്ടാവുന്ന മൈക്രോ സ്ട്രക്ചർ എൻറ്റയർലി കമ്പോസ്ഡ് ഓഫ് മാർട്ടൻ സൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കൂളിംഗ് റേറ്റിനെ നമ്മൾ ക്രിറ്റിക്കൽ കൂളിംഗ് റേറ്റ് എന്ന് പറയാം. അതാണ് CCT ഡയഗ്രത്തിൽ നിന്ന് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പോകാനുള്ളത്. അപ്പോൾ TTT ഡയഗ്രാം CCT ഡയഗ്രാം ഒരുമിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടാവും. ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രമാണ് നമ്മൾ TTT ഡയഗ്രത്തിൽ ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റേത് കണ്ടിന്യൂസ് ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് കൂളിംഗ് കർവുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നേരെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ TTT ഡയഗ്രത്തിൽ നിന്നും CCT ഡയഗ്രത്തിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് മെക്കാനിക്കലി പ്രോപ്പർട്ടീസ് എന്ത് ആണ് നമ്മുടെ അലോയ്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും മെറ്റീരിയലിനെ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ, നമ്മൾ അതിൻ്റെ ഒരു തുടക്കം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടായിരുന്നു. ഒരു ഇത്ര കൂളിംഗ് റേറ്റിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് നേരം താഴ്ത്തി വിടുമ്പോൾ നമുക്ക് ബയണൈറ്റ് പ്ലസ് മാർട്ടൻ സൈറ്റ് കിട്ടും. ചില സ്ഥലത്ത് നമുക്ക് ബയണൈറ്റ് പ്ലസ് പെർലൈറ്റ് കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 2-3 കർവ് ഞാൻ ഓൾറെഡി വരച്ചായിരുന്നു. അപ്പോൾ
നമുക്ക് യൂഷ്വലി അത് നമ്മൾ ഉദ്ദേശം എന്താണ്, നമുക്ക് ഒരു മോൾട്ട മെറ്റീരിയലിൽ നിന്ന് കൊണ്ടുവന്ന പരിപാടിയൊക്കെ തന്നെയാണ്. ബട്ട് യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു അലോയിനെ കാസ്റ്റ് ചെയ്യും. അലോയിനെ ഇത്ര കോമ്പോസിഷനിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്നിട്ട് റൂം ടെമ്പറേച്ചറിലേക്കൊക്കെ ആക്കി അതിൻ്റെ കോമ്പോസിഷനൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണതിന്. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്ലൈഡിൽ വേറെ സംഭവം ഒന്നും പറയാനുള്ള, അതായത് ഈ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക്, അതായത് 723 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക്, അതായതുള്ള നമ്മുടെ അതിന് മുകളിലായിരിക്കുമല്ലോ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ഓക്സിജനേറ്റ് മാത്രമായിട്ടിരിക്കുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ റേഞ്ച്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അയൺ കാർബൺ ഡയഗ്രത്തിൽ 723 ഡിഗ്രി സെൽഷ്യസിന് അബോവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി കമ്പോസ്ഡ് ഓഫ് ഓക്സിജനേറ്റ് ആയിരിക്കും. ബട്ട് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി കോമ്പോസിഷൻ ഓഫ് ദി അലോയ്. നെവർദലെസ് നമുക്ക് എന്താ വേണ്ടേ, അപ്പോൾ ഈ ഓക്സിജനേറ്റ് ആയിട്ട് നമ്മൾ ആക്കണം. നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഈ അലോയുടെ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ബില്ലറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് ഓക്സിജനേറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ വേറൊരു മൈക്രോസ്ട്രക്ചർ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമ്മൾ ഈ സാധനത്തിന് ആദ്യം ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് അബോവിലേക്ക് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂളിംഗ് റേറ്റും ഹോൾഡിംഗ് ടൈമും, അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 750 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ബില്ലറ്റിന് നമ്മൾ ഒരു 540 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്ര ടൈം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര ടൈം കൊണ്ട് ക്വഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര കൂളിംഗ് റേറ്റിൽ ക്വഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന മൈക്രോസ്ട്രക്ചർ ടൈലർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ആ ടൈലർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈക്രോസ്ട്രക്ചറെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മിക്കവാറും കേസിൽ നമ്മൾ പെയർലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. പെയർലൈറ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അയണിൻ്റെ അലോയാണ്. കൊറോഷൻ പെയർലൈറ്റ് ആണ് നമ്മൾ യൂടെക്ടോഡ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കമ്പോസ്ഡ് ഓഫ് പെയർലൈറ്റ് ആണ്. ദെൻ ഓൾസോ ഇതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് കുറവാണ്, ഹീറ്റ് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിന് നമുക്ക് സ്ട്രക്ചറൽ ഇമ്പോർട്ടൻസോട് കൂടി നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ചില കേസിൽ നമുക്കിതിൻ്റെ ഇന്നർ കോറിലുള്ള പ്രോപ്പർട്ടീസ് പ്രിസർവ് ചെയ്തിട്ട് സർഫസിൽ മാത്രം നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് കൂട്ടേണ്ടി വരും. സർഫസ് ഹാർഡനിങ് പ്രോസസ്സ് എന്ന് പറയും നമ്മൾ അതിനെ. അപ്പോൾ സർഫസ് ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പല തരത്തിലുണ്ട്. അനീലിംഗ് ഉണ്ട്, സ്പെറോഡൈസിങ് ഉണ്ട്, പ്രോസസ് അനീലിംഗ് ഉണ്ട്, നോർമലൈസിങ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ ക്വഞ്ചിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച ക്വഞ്ചിങ് ഒക്കെ ഓൾറെഡി അത് തന്നെയാണ്. അപ്പോൾ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ സർഫസ് ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ വെയർ എന്ന് പറയുന്നത്, മെറ്റീരിയൽ തേഞ്ഞ് പോകാനുള്ളൊരു കപ്പാസിറ്റി കുറയ്ക്കാനായിട്ട്, അതിൻ്റെ വെയർ റെസിസ്റ്റൻസ് കൂട്ടാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓൾസോ പിന്നെ ഇതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ്, കുറേ നേരം ഹീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിലേക്ക് ഇരിക്കുമ്പോൾ ചില മെറ്റീരിയൽസ് ക്രീപ്പ് എന്ന് പറഞ്ഞ കുറച്ച് പരിപാടിയുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി ഇതിൻ്റെ മൈക്രോസ്ട്രക്ചറും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചില പ്രത്യേക മൈക്രോസ്ട്രക്ചറുകൾ ടൈലർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കൊറോഷൻ റെസിസ്റ്റൻസ് ഉണ്ട്. കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം കൊറോസീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലോ, ഒരു സൾഫറിൻ്റെ ഒരു എൻവയോൺമെൻറ്റിലോ, ഫോസ്ഫറസിൻ്റെ ഒരു എൻവയോൺമെൻറ്റിലോ, ഈവൻ സീ വാട്ടറിൽ പോലും നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചറൽ മെമ്പേഴ്സ് കൊണ്ട് നോക്കുകയാണെങ്കിൽ ആ സാധനം ആയിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. റിയാക്ട് ചെയ്ത് വീക്കർ കമ്പോണൻസ് ഉണ്ടായി നമ്മുടെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തിനും ഇൻറ്റഗ്രിറ്റിക്കും ബാധിക്കാൻ പാടില്ല. ദെൻ ഈ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് സ്ട്രക്ചറൽ കമ്പോണൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് മിക്കവാറും കേസിൽ കൺവെൻഷണൽ മെഷീനിങ്ങിന് വിധേയമാക്കേണ്ടി വരും. കൺവെൻഷണൽ മെഷീനിങ് എന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ റിമൂവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കട്ട് ചെയ്തിട്ട് ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ആക്കേണ്ടി വരും. ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് മാറേണ്ടി വരും. അപ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമല്ലാത്ത സാധനങ്ങളാണ്. ഇപ്പോൾ ഹാർഡ്നെസ് ഒക്കെ ഭയങ്കര കൂടിയ സാധനമാണെങ്കിൽ നമുക്ക് കൺവെൻഷണൽ മെഷീനുകൾ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അൺകൺവെൻഷണൽ രീതികളുണ്ട്, ലേസർ കട്ടിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിന് ചിലവ് കൂടുതലാണ്. കൺവെൻഷണൽ മെഷീനിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങളിത് ഓർത്ത് വയ്ക്കുക, എല്ലാ കാലത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു സാധനം മറ്റൊരു സാധനത്തിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന ടൂളിന് ഈ കട്ട് ചെയ്യപ്പെടേണ്ട മെറ്റീരിയലിനേക്കാൾ ഹാർഡ്നെസ് കൂടുതലായാൽ മാത്രമാണ് നമുക്ക് ഈ സാധനത്തിന് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചില ഈ ഹാർഡൻ ചെയ്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിമെൻറ്റൈറ്റ് എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ സിമെൻറ്റൈറ്റിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാർഡ്നെസ് കൂടുതലായത് കാരണം അതിനെ മെഷീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സിമെൻറ്റൈറ്റ് എൻറ്റയർലി കമ്പോസ്ഡ് ഓഫ് സിമെൻറ്റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളതിനെ ടൈലർ ചെയ്തിട്ട് സിമെൻറ്റൈറ്റ് പ്ലസ് ട്രാൻസ്ഫോംഡ് ലെഡ് ബ്യൂറൈറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കിയെടുക്കും. ഓക്കെ, പിന്നെ വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ കോൾഡ് വർക്കിംഗ്
എന്ന് പറയും. കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെ വർക്ക് ചെയ്യുമ്പോൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരു റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയലിനെ നമ്മൾ ഹീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ മൈക്രോ സ്ട്രക്ചറിൽ ചിലപ്പോൾ ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചറൊക്കെ ചിലപ്പോൾ ആൾട്ടർ ചെയ്തിരുന്നിട്ടുണ്ടാവും. ചിലപ്പോൾ വല്ല ചുറ്റിയും കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ പറ്റും. അതെന്താണെന്ന് ഇപ്പോൾ പറയാം, കോൾഡ് വർക്കിംഗ് എന്താണെന്ന് പറയാം. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിൻ്റെ ബ്രോക്കൺ ആയിട്ട് കിടക്കുന്ന ഗ്രെയിനുകളോ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഗ്രെയിനുകളോ റീഗ്രോ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ സ്ട്രെസ്സുകൾ, ഈ ഗ്രെയിനുകളുടെ ഇടയിൽ സ്ട്രെസ്സുകൾ വന്നിട്ടാണ് ഇതിനെ ഓരോ കൺസ്ട്രെയിൻ ചെയ്ത് വച്ചേക്കുന്നത്. ആ സാധനങ്ങൾ ആ സ്ട്രെസ്സുകളൊക്കെ റിലീവ് ചെയ്ത് ഒന്ന് അയഞ്ഞു വരാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് തിരിച്ചു പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുക. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മുടെ അയണിൻ്റെ കേസിൽ 550 ഡിഗ്രി സെൽഷ്യസ് ആണ്. അയണിൻ്റെ മിക്കവാറും അലോയ്സിൽ ആ റേഞ്ചിലൊക്കെ തന്നെ വരും. അപ്പോൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് എബവ് ആയിട്ട് ഹീറ്റ് ചെയ്ത് ആണ് ചെയ്യുമ്പോഴാണ് അതായത് കോൾഡ് വർക്കിങ്ങും ഹോട്ട് വർക്കിങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് ബിലോ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ കോൾഡ് വർക്കിംഗ് എന്നും, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് എബവ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് വർക്കിംഗ് എന്നും പറയും. അപ്പോൾ എന്താണ് ഹോട്ട് വർക്കിംഗ്, എന്താണ് കോൾഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ചില കേസിൽ ഈ റൂം ടെമ്പറേച്ചറുള്ള വർക്കിംഗ് അല്ല കോൾഡ് വർക്കിംഗ്. കോൾഡ് വർക്കിൻ്റെ എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഹാമർ ചെയ്യുകയോ ബെൻഡ് ചെയ്യുകയോ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങൾ വാർക്ക കമ്പി വളയ്ക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർക്ക കമ്പി കട്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും. ഒരു ടൂൾ വെച്ചിട്ട് ഒരു അടി അടിക്കാൻ അത് പൊട്ടിപ്പോവും, പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ് കോൾഡ് വർക്കിംഗ് ആണ്. കാരണം അതിൻ്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കോൾഡ് വർക്കിംഗ് എപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചറിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് നമ്മൾ കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വെറുതെ ഒരു സാധനത്തിന് ഒരു ആണീനെ നമ്മൾ ചുറ്റിയും കൊണ്ട് അടിക്കുമ്പോൾ ഈ ആണി വളഞ്ഞു പോകുമെന്ന് വിചാരിക്കുക. അതൊരു ടൈപ്പ് കോൾഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മൈക്രോ സ്ട്രക്ചറിന് എന്താ ശരിക്കും സംഭവിക്കുക, ഒരു റേഞ്ചിൽ ഇതിൻ്റെ ലെയേഴ്സ് തമ്മിൽ ഇലോങ്ങേറ്റഡ് ആവും, ഇതിൻ്റെ ചില സ്ഥലത്ത് ഇത് കംപ്രസ്ഡ് ആവും. ഇതിൻ്റെ മൈക്രോ സ്ട്രക്ചറിൽ വരുന്ന കേസുകളാണ്. ആ സാധനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ ഒരുപാട് സ്ട്രെസ്സുകളും കാര്യങ്ങളും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സസിനെ റിലീവ് ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഹീറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും പൊക്കോളും. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഹീറ്റ് ചെയ്ത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് റീക്രിസ്റ്റലൈസേഷൻ എബോവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഹോട്ട് വർക്കിംഗ്. അപ്പോൾ ഹോട്ട് വർക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഹോട്ട് വർക്കിംഗ് ചെയ്തൊരു കമ്പോണൻറ്റിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, റിഫൈൻ ചെയ്യാനായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പറ്റും. അപ്പോൾ ഹോട്ട് വർക്കിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഗ്രെയിനുകൾ കോഴ്സാവും. അതായത് ചെറിയ ഈ കോൾഡ് വർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഗ്രെയിനുകൾ പൊട്ടിപ്പോകുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു ഗ്രെയിനായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഹോട്ട് വർക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഹോട്ട് വർക്കിങ്ങിൽ ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് കംപ്രസ് ചെയ്യപ്പെടുന്ന ഗ്രെയിനുകളൊക്കെ കോവാൽസൻസ് ചെയ്ത് വെള്ളത്തുള്ളികൾ കൂടി ചേർന്ന പോലെ ഒട്ടിച്ചേർന്ന് വലിയ ഗ്രെയിനുകളാവും. പക്ഷേ വലിയ ഗ്രെയിനുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലാർജ് ഗ്രെയിൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ലാർജ് ഗ്രെയിൻഡ് മെറ്റീരിയലിന് ഡക്റ്റിലിറ്റി കൂടുതലായിരിക്കും, ബട്ട് യങ്സ് മോഡുലസ് അഥവാ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് കുറവായിരിക്കും, ഇലാസ്റ്റിക് മോഡുലസ് കുറവായിരിക്കും. അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പോൾ എന്താ പറ്റുക, നമുക്ക് ഈ സാധനത്തിന് അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചറിനെ റിഫൈൻ ചെയ്യണം. ഹോട്ട് വർക്കിംഗ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ റിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഗ്രെയിനുകളെ വളരെ ചെറുതാക്കേണ്ടത്, കട്ട് ചെയ്ത് ഈവൻ ലോവർ ആക്കേണ്ടി വരും. ദെൻ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇമ്പ്രൂവ് ആവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ അനീലിംഗ് എന്താണ് എന്നൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.